അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. നമ്മൾ സൂറത്തുൽ അംഫാലാണ് ഇന്നലെ തുടങ്ങിയത്. അതിൽ ഒന്നാമത്തെ സൂക്തം തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് ചെറിയ വിധത്തിലൊന്ന് വിശദീകരിച്ച് മനസ്സിലാക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الأنفال قل الأنفال لله والرسول فاتقوا الله وأصلحوا ذات بينكم وأطيعوا الله ورسوله إن كنتم مؤمنين. യസ്അലൂനക അവർ താങ്കളോട് ചോദിക്കുന്നു. അനിൽ അംഫാലി യുദ്ധാർജിത മുതലിനെ സംബന്ധിച്ച്, യുദ്ധത്തിൽ ലഭിക്കുന്ന മുതലുകളെ സംബന്ധിച്ച്. കുൽ അങ്ങ് പറയുക, അൽ അംഫാലു അംഫാൽ യുദ്ധമുതലുകൾ ലില്ലാഹി അള്ളാഹുവിനുള്ളതാണ്, വർ റസൂലി അവൻ്റെ ദൂതനുമുള്ളതാണ്. ഫത്തഖുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വസുലിഹു ദാത്ത ബൈനിക്കും പരസ്പര ബന്ധം നന്നാക്കുക. വഅത്വീഉല്ലാഹ വറസൂലഹു അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക. ഇൻ കുൻതും മുഅ്മിനീൻ നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. ഒന്നുകൂടെ അർത്ഥം പറയാം. യസ്അലൂനക അനിൽ അംഫാലി അംഫാലിനെ സംബന്ധിച്ച്, യുദ്ധമുതലിനെ സംബന്ധിച്ച് അവർ താങ്കളോട് അന്വേഷിക്കുന്നു. ഖുൽ അങ്ങ് പറയുക, അൽ അംഫാലു ലില്ലാഹ് അംഫാൽ യുദ്ധമുതലുകൾ ലില്ലാഹി അള്ളാഹുവിനുള്ളതാണ്, വർ റസൂലി അള്ളാഹുവിൻ്റെ ദൂതനുമുള്ളതാണ്. ഫത്തഖുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വയുള്ളവരാവുക. വസുലിഹു ദാത്ത ബൈനിക്കും പരസ്പര ബന്ധം നന്നാക്കുക. വഅത്വീഉല്ലാഹ വറസൂലഹു അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക. ഇൻ കുൻതും മുഅ്മിനീൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. സഅല യസ്അലു സുആല് നമുക്കറിയുന്ന വാക്കാണല്ലോ. സുആല് പറഞ്ഞ ചോദ്യം എന്നാ. സഅല ചോദിച്ചു, യസ്അലു ചോദിക്കുന്നു, യസ്അലൂന അവരെല്ലാവരും ചോദിക്കുന്നു. എന്താണ് സംഭവം? അത് ബദർ യുദ്ധം വരേക്കും. ബദർ യുദ്ധത്തിലാണല്ലോ ഇസ്ലാമിക സമൂഹം, മുസ്ലിം സമൂഹം ആദ്യമായിട്ട് ഇസ്ലാമിൻ്റെ കീഴിൽ യുദ്ധത്തിന് ഇറങ്ങേണ്ടത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ. ഇപ്പോൾ ജാഹിലിയ്യ കാലഘട്ടത്തിൽ അവർ പലതരം ഗോത്ര യുദ്ധങ്ങളിലും ഏർപ്പെട്ടിരുന്നു പരസ്പരം. അപ്പോൾ അതിൽ യുദ്ധത്തിൽ ലഭിക്കുന്ന മുതലൊക്കെ എന്താ ചെയ്യുക വെച്ചാൽ കിട്ടുന്നോലെടുക്കും, അല്ലെങ്കിൽ എല്ലാം യുദ്ധത്തിൽ തലവൻ്റെ അടുക്കൽ കൊണ്ട് ഏൽപ്പിക്കും. അയാൾക്ക് തോന്നിയ മാതിരിയൊക്കെ ഓഹരി വെക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ രീതി. അത് അയാൾക്ക് ഇഷ്ടപ്പെട്ട മാതിരി ഓഹരി വെച്ചു. കാരണം ശമ്പളമൊന്നും ഉണ്ടാവില്ലല്ലോ അന്നത്തെ പോരാളികൾക്ക്. അപ്പോൾ ഇവർ ബദർ യുദ്ധത്തിൽ മുസ്ലിമുകൾ പരാജയപ്പെട്ടു, കുറേ യുദ്ധമുതലുകൾ കിട്ടി. അപ്പോൾ അത് ശേഖരിച്ച ആൾക്കാർ, ഇത് കിട്ടിയ ആൾക്കാർ സ്വാഭാവികമായിട്ട് വിചാരിച്ച എന്താണ്, പഴയ മാതിരി ഞങ്ങൾക്ക് എടുത്തോൽക്കുള്ളതാണ്, കിട്ടിയോൽക്കുള്ളതാണ്. അപ്പോൾ ഇത് ശേഖരിക്കാൻ ഒഴിവ് കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട്. ശത്രുക്കൾ ഖുറൈശികളും പടയും പരാജയപ്പെട്ട് മക്കയിലേക്ക് തിരിഞ്ഞു പാഞ്ഞപ്പോൾ അവരിനി ഇങ്ങോട്ട് തിരിച്ചു വരാത്ത വിധം അവരുടെ പിന്നാലെ കൂടി കുറേ സഹാബികൾ. അതൊക്കെ സാധാരണ നടക്കണേനാവുമല്ലോ. അപ്പോൾ എന്താ, ഇവർക്ക് യുദ്ധം മുതൽ പെറുക്കിയെടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും മറ്റോലൊക്കെ പെറുക്കിയെടുക്കുമല്ലോ. കുറേ ആളുകൾ ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് മാതിരി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലും ഇസ്ലാമിക പതാകയുടെ കാവൽക്കാരുമായി നബിയുടെ സംരക്ഷണവും കാവലും ഏറ്റെടുത്തുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവർക്കും മറ്റോല നബിനെ വിട്ടുപോകാൻ കഴിയില്ല. നബി സംഘത്തലവനാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ആസൂത്രണങ്ങളാണ്. അത് അള്ളാഹു അവൻ്റെ
അടിമകളിലൂടെ ഇവൻ്റെ ബദറിൽ പങ്കെടുത്ത മഹാന്മാരായ സഹാബികളിലൂടെ നടപ്പാക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സംഘനായകൻ, സർവ്വ സൈന്യാധിപൻ. അദ്ദേഹത്തെ സംരക്ഷിക്കണം. അവിടെയും കുറേ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അവർക്കും യുദ്ധാർജിത മുതൽ അല്ലെങ്കിൽ യുദ്ധം മുതൽ ശേഖരിക്കാൻ കഴിയണില്ല. അപ്പോൾ ഇവർ തമ്മിൽ തർക്കമുണ്ടായി. ഞങ്ങൾ നബിനെ കാത്തത് കൊണ്ടാണ് നിങ്ങൾക്കിത് പെറുക്കിയെടുക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ ആരാ നബിൻ്റെ കാവലെ ഏറ്റെടുക്കുക? അദ്ദേഹത്തെ ശത്രുക്കളെ അപായപ്പെടുത്തൂലേ? ഞങ്ങൾ ശത്രുക്കളെ പിന്തിരിപ്പിച്ച് ഓടിച്ചു വിട്ടത് കൊണ്ടാണ് അവർ തിരിച്ചു വരാതിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെറുക്കിയെടുക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ അവർ തിരിച്ചു വന്നിട്ട് പെറുക്കിയെടുക്കണ നേരത്ത് നമ്മുടെ നേരെ ചാടി വീണേനെ. ഇങ്ങനെ അതൊരു തർക്കമായിട്ട് ഇങ്ങനെ വളർന്നപ്പോൾ റസൂലിൻ്റെ അടുക്ക് റസൂൽ പേര് അറിയുമല്ലോ, റസൂൽ അവിടെ തന്നെ ഉണ്ടല്ലോ. ബദർ തന്നെ അത്ര വിശാലമായൊരു ഗ്രൗണ്ടൊന്നുമല്ല, ഒരു ചെറിയ ഒരു പ്രദേശമാണ് ബദർ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തിയപ്പോൾ അള്ളാഹു ആണല്ലോ അതിന് തീരുമാനം വരും. റസൂൽ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമൊന്നും പറയില്ല. അള്ളാഹു അതിൽ ഇടപെട്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, യസ്അലൂനക അനിൽ അംഫാൽ. ഈ യുദ്ധത്തിൽ കിട്ടിയ മുതൽ എന്ത് ചെയ്യണമെന്നാണല്ലോ അവരുടെ വിഷയം. അത് അവർ ചോദിക്കുകയാണ് അല്ലേ, അങ്ങയോട് ചോദിക്കുന്നുണ്ട്, അത് എന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ റസൂലെ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ തമ്മിലുള്ള തർക്കത്തിന് അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിഹാരം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അതിന് അള്ളാഹുവാണ് പരിഹാരം നിർദ്ദേശം. അവരിങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. യസ്അലൂന എന്നുള്ള പ്രയോഗം നമുക്കറിയാമല്ലോ. യസ്അലൂനക അനി റൂഹി അല്ലേ, റൂഹിനെ സംബന്ധിച്ച്. യസ്അലൂനക അൻ ദിൽ ഖർനൈനി, ഇങ്ങനെയൊക്കെയുള്ള അവരുടെ അന്വേഷണങ്ങളുണ്ട്. അപ്പോൾ അതിലിടപെട്ടുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, കുൽ അങ്ങ് പറഞ്ഞു കൊടുക്കുക, ലംഫാലുലില്ല, അംഫാൽ യുദ്ധത്തിൽ ലഭിക്കുക. നഫില് അതെന്നല്ല നമ്മൾ പറഞ്ഞത് തന്നെയാണ്, അധികമുള്ളത് എന്നാണ് വാക്കിനർത്ഥം. നഫില് സ്വലാത്തു നഫിൽ എന്ന സുന്നത്ത് നിസ്കാരമാണ്. ഫർലിൻ്റെ പുറമെ അധികമുള്ള നിസ്കാരം നാഫിലത്ത് പറഞ്ഞാലൊക്കെ അതാണ്. അപ്പോൾ അത് അള്ളാഹ്ക്ക് ഉള്ളതാണ്, അള്ളാഹുവിൻ്റെ റസൂലിനുള്ളതാണ്. അള്ളാഹ്ക്കും അള്ളാഹുവിൻ്റെ റസൂലിനുള്ളത് എന്ന് പറഞ്ഞാൽ അത് പൊതു മുതലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. മൊത്തം ഒരു മറുപടി. ഇനി അതിൻ്റെ വിശദാംശം വരെ ഈ സൂറയിൽ തന്നെ 41-ാമത്തെ ആയത്തിൽ എങ്ങനെയാണ് ദോഹരി വെക്കേണ്ടത് ഇനി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിനുള്ളത് നിങ്ങൾ കിട്ടിയാൽ കൈക്കലാക്കാൻ പാടില്ല, അത് പൊതു മുതലാണ് എന്നാണ്. അള്ളാഹ്ക്കും അള്ളാഹുവിൻ്റെ റസൂലിനും ഉള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചെലവ് നടത്താനല്ല, പിന്നെ മുസ്ലിം സമുദായത്തിനുള്ളതാണ്. അള്ളാഹുവിനുള്ളത് പറഞ്ഞാലും അത് തന്നെയല്ലേ. അള്ളാഹുവിന് എന്തിനാ മുതൽ? അള്ളാഹുവിനുള്ള മുതൽ മുസ്ലിം സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് ഉള്ളതാണ്. അതാണ് ആദ്യം അതിന് നൽകുന്നത്. അതുകൊണ്ട് കിട്ടിയവർ ഇത് കൈക്കലാക്കിയത്. അങ്ങനെ സംഭവം ഉണ്ടായി. റസൂൽ ഒരാൾ ഒരു വാളുമായിട്ട്, ഒരു സഹാബി വാളുമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട്, അള്ളാഹുവിൻ്റെ റസൂൽ ഈ വാൾ എനിക്ക്, അങ്ങനെ പറയാമല്ലോ, കാരണം ഇത് അങ്ങനെ ചെതറിക്കിടക്കുന്നോണ്ട് ഇപ്പോൾ പറഞ്ഞത് അവിടെ വെക്ക്, അതവിടെ വെക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റൂല, അതിനൊരു തീരുമാനമുണ്ടാകും. ആ തീരുമാനമാണ് ഇപ്പോൾ അള്ളാഹ്ക്കും. അപ്പോൾ അതിൽ കിട്ടിയിരിക്കുന്ന ഓരോ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിക്കണം എന്നാണ് അതിൻ്റെ ചുരുക്കം. റസൂൽ പിന്നെ അള്ളാഹ് നിർദ്ദേശിച്ചത് പ്രകാരം അത് ഓരി വെച്ചുകൊള്ളും. അപ്പോൾ അൽ അംഫാലു ലില്ലാഹി വർ റസൂലി എന്നതാണ്, അള്ളാഹുവിനും അവൻ്റെ ദൂതനും ഉള്ളതാണ്. ഫത്തഖുള്ള, അള്ളാഹുവിനെ പേടിച്ചോളി കേട്ടോ. നിങ്ങൾ കിട്ടിയൊരു കൈകാര്യം ചെയ്യേണ്ട, ഒളിപ്പിച്ച് വെക്കേണ്ട, മറച്ച് വെക്കേണ്ട, അതിൽ നിന്ന് എന്തെങ്കിലും അനർഹമായി കൈക്കലാക്കാൻ ശ്രമിക്കരുത്. അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ പേടിക്കണം. ആ സന്ദർഭത്തിൽ അതിൻ്റെ പ്രസക്തി നമുക്കറിയാലോ. നിങ്ങൾ മുതലിനോടുള്ള ആർത്തിയല്ല നിങ്ങൾക്കുണ്ടാവേണ്ടത്, നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വയുള്ളവരായുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. വഅസ്ലിഹു ദാത്ത ബൈനിക്കും, നിങ്ങൾ ഈ മുതലിൻ്റെ കാര്യത്തിൽ പരസ്പരം തർക്കിക്കരുത്. നിങ്ങൾ പരസ്പര ബന്ധം, ദാത്തുൽ ബൈൻ എന്നാണ് പറയുക. എന്തിന്? പരസ്പര ബന്ധം. അത് അത്ഭുതമുള്ളൊരു പ്രയോഗമാണ്, രസകരമാണ്. ദാത്തുൽ ബൈൻ, ഇടയിലുള്ളത് എന്നാണ്. നിങ്ങൾ ഇസ്ലാഹ് ചെയ്യണം. ഇസ്ലാഹിന് അസ്ലഹാനെ നന്നാക്കി, കേടുവന്നത് നന്നാക്കി എടുക്കുക. അസ്ലിഹ് അതിൻ്റെ കൽപ്പനയാണ്. അസ്ലിഹ് അതിൻ്റെ ബഹുവചനം അസ്ലിഹു, നിങ്ങൾ നന്നാക്കണം. ദാത്ത ബൈനിക്കും, നിങ്ങൾ തമ്മിലുള്ള ബന്ധം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തഖ്വ വേണം. രണ്ടാമത്തേത് ഇസ്ലാഹു ദാത്തുൽ ബൈൻ വേണം. പരസ്പര ബന്ധം നന്നാക്കണം. ഇതിൻ്റെ പേരിൽ പരസ്പരം കാലുഷ്യമോ പകയോ വിദ്വേഷമോ ഉറപ്പോ ഉണ്ടാകാൻ പാടില്ല. ഹക്കദ ആയഷു മഅൽ ഖുർആൻ എന്നൊരു ഗ്രന്ഥമുണ്ട്.
ഡോക്ടർ അസ്മ ബിൻത്ത് റാഷിദുർ റുവൈഷിദ് എന്ന് പറയുന്ന പണ്ഡിതയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഹക്കത ആയിഷുമാണ് ഖുർആൻ, ഇങ്ങനെയാണ് അവർ ഖുർആൻ്റെ കൂടെ ജീവിച്ചത് എന്നാണ് എൻ്റെ അർത്ഥം. ആ ഗ്രന്ഥത്തിൽ പേര് പറയാതൊരു സംഭവം പറയുന്നുണ്ട്. ഒരു അധ്യാപിക അവർ ഖുർആൻ വായിക്കുമ്പോൾ ഈ ആയത്ത് ഓതുകയാണ്. ഈ ആയത്ത് ഓതുമ്പോൾ അവർ സ്വയം ചിന്തിക്കുകയാണ്, എനിക്ക് ആളുകളോട് കാലുഷ്യം ഉണ്ടാകാൻ പാടില്ല, വെറുപ്പുണ്ടാകാൻ പാടില്ല, പക ഉണ്ടാകാൻ പാടില്ല, നീരസം ഉണ്ടാകാൻ പാടില്ല എന്നാണല്ലോ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് ഞാൻ പരമാവധി ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമാണ് ആൾക്കാരോട് ഇടപഴകുക. ഇനി അങ്ങനെ വല്ല നീരസവും കാലുഷ്യവും ഉണ്ടെങ്കിൽ ഞാൻ അത് നീക്കം ചെയ്യുന്നതിന് മുൻകൈയെടുക്കും, അത് മാറ്റുന്നതിന് ഞാൻ മുൻകൈയെടുക്കും. ഈ ആയത്ത് ഓതിയതിന് ശേഷം ഈ ആയത്ത് ഇങ്ങനെ ഓതി അർത്ഥമൊക്കെ നമ്മൾ പഠിച്ചു. എന്നിട്ടോ വസ്ലിഹു ദാത്ത ബൈനിക്കും എന്ന ആ ആയത്തിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പകയില്ലാത്ത, വെറുപ്പില്ലാത്ത, ശുദ്ധ മനസ്സല്ലാത്ത ആൾക്കാരോട് ഇങ്ങനെ എന്താ നമ്മളെ സമുദായത്തിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. പരസ്പര ബന്ധം എന്താ? സംഘടനാ പ്രവർത്തകർ തമ്മിലുള്ള ബന്ധം ഒരു പകയും വിദ്വേഷവും കണ്ടാ കാർക്കിച്ച് തുപ്പണം വരെ പറയണ ഇതര സംഘടനക്കാരെ കണ്ടാൽ അല്ലേ അങ്ങനെ വരെ പറഞ്ഞ് ഇത് ഖുർആനെതിരാണ്. ഞാനിത് തുറന്ന് പറഞ്ഞ് നിങ്ങളാരും വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ പകയും വിദ്വേഷമുള്ളവർ മുസ്ലിമീങ്ങളുടെ ഉള്ളത് മുസ്ലിമീങ്ങളുടെ ഒരു നിലപാടല്ല. ഖുർആനിനനുസരിച്ച് നമുക്ക് നമ്മളെ തിരുത്താൻ കഴിയണം. വസ്ലിഹു ദാത്ത ബൈനിക്കും, ഞാൻ ഇങ്ങനെ നിങ്ങളോടൊക്കെ ഇങ്ങനെ പക വെച്ച് കൊണ്ട് കിടക്കുക. അതിന് കാരണം എന്താ? അയാൾ മറ്റേ സംഘടനയുടെ പ്രവർത്തകനാണ്, അയാൾ മറ്റേ കുടുംബത്തിൽപ്പെട്ടവനാണ്. ഇതൊന്നും ന്യായമാവില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥന സൂറത്തിൽ അംബിയാൽ ഉദ്ധരിക്കും. 89-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ റബ്ബി ഹബ്ലി ഹുൽക്കമ വൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന് പറഞ്ഞാൽ അതിൽ റബ്ബി ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, അള്ളാഹ് എല്ലാവരെയും വീണ്ടും ജീവിപ്പിക്കുമ്പോൾ മാനം കെടുത്തല്ലേ അല്ലേ. റബ്ബി ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, മക്കളും സമ്പത്തും ഉപകാരം ചെയ്യാത്ത ദിവസം. ഇല്ലാ മൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, ഖൽബിൻ സലീം, നല്ല മനസ്സോടെ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നവരൊഴിച്ച്. എന്താ ഈ ഖൽബുൻ സലീം? കളങ്കമില്ലാത്ത, വക്രതയില്ലാത്ത, കാപട്യമില്ലാത്ത. ഖുർആൻ പറഞ്ഞില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ സംബന്ധിച്ച് സൂറത്ത് സ്വാഫാത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, 84 എൻ്റെ ഒരു ഓർമ്മ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഖൽബുൻ സലീമുമായി അള്ളാഹുവിനെ സമീപിച്ചു. ഖൽബുൻ സലീം. ഈ ഖൽബുൻ സലീം ഉണ്ടാകണമെങ്കിൽ നമ്മളത് ബോധപൂർവം ശ്രമിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. ഇസ്ലാഹ് നമുക്കറിയാലോ. ഒരു സംഭവം ഉണ്ടല്ലോ, പിന്നെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നമ്മളെപ്പോഴും നമ്മളെ ഖതീബുമാരൊക്കെ ഉദ്ധരിക്കുന്നതാണ്, ഖതീബുമാരൊക്കെ പറയണതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇപ്പോൾ സ്വർഗാവകാശിയായ ഒരാൾ ഇതിലെങ്ങനെ വരും? നമ്മൾ കേൾക്കില്ല, എപ്പോഴും കേൾക്കണം, ഒരാളിപ്പോൾ ഇതിലെങ്ങനെ വരും? അപ്പോൾ സഹാബികൾ ശ്രദ്ധിച്ചു, ആരാണിപ്പോൾ അത്? അപ്പോൾ ഒരു സാധാരണക്കാരായ മനുഷ്യൻ ഇങ്ങനെ വരുന്നുണ്ട്. അത് സഅദ് ഇബ്നു അബീ വഖാസാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ചെരുപ്പും തൂക്കി, ഇങ്ങനെ ചെരുപ്പൊക്കെ തൂക്കിയെടുത്ത് പള്ളി മണലാണല്ലോ അന്നത്തെ പള്ളീൻ്റെ അടിയൊക്കെ വരിക. പിറ്റേന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗം നേടുന്ന ഒരാൾ ഇതിലാണ്ട് വരും. അപ്പോൾ നോക്കുമ്പോൾ ഇയാൾ തന്നെ, പഴയ ആൾ തന്നെ. മൂന്നാമത്തെ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോൾ വരും കേട്ടോ, സ്വർഗത്തിൽ പോകുന്ന ഒരാൾ, അദ്ദേഹങ്ങളൊന്ന് കണ്ടോണ്ടി ശ്രദ്ധിച്ചോണ്ടിന്നാ. മൂന്നാമത്തെ ദിവസവും വന്നത് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, എന്നാൽ അതൊന്നും അറിയണമല്ലോ, എന്താണ് അദ്ദേഹം സ്വർഗത്ത് പോകാൻ, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളൊന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആര്? സഅദ് ഇബ്നു അബീ വഖാസിൻ്റെ വീട്ടിലേക്ക് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പോയി. അവിടെ പെരയിൽ പണ്ട് അറബികൾക്കൊരു സ്വഭാവമുണ്ട്, പണ്ടൊക്കെ അങ്ങനെ എന്തുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു വിരുന്നുകാരൻ വീട്ടിൽ വന്ന് എന്തിനേ പോകുന്നു ചോദിക്കൂല. അതൊക്കെ നമ്മളെ ഏർപ്പാട്. നമ്മളിപ്പോൾ വന്ന് കയറിയിട്ട് എടുക്കുക എന്തേ പറ്റി പോകുന്നു എന്ന് ചോദിക്കാൻ പാടില്ല. നമ്മളൊരാൾ വീട്ടിലേക്ക് വന്ന് അയാൾ പറയണം, അല്ലെങ്കിൽ വന്നേക്കുന്നത് എന്തേ പറ്റി പോകുന്നു എന്ന് ചോദിച്ചാൽ എന്താ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ അങ്ങനെയല്ല.
മുസ്ലിമീങ്ങൾ അത്രയും സ്നേഹത്തിൽ കഴിയേണ്ടവരാ. അറബികൾ ചോദിക്കൂല എന്നുണ്ടാവും എനിക്ക് അറിയില്ല. പണ്ട് സഹാബികളുടെ കാലത്തൊക്കെ എന്തിയ പോകുന്നു ചോദിക്കൂല, വല്ല ആവശ്യം പറയും. ആ വിരുന്ന് ആർക്കാൻ ഒരുങ്ങിയാൽ വരുന്ന വെച്ചാൽ ഇതൊന്നും പോണില്ല, ഇപ്പോൾ ബസ്സുണ്ട്, അതൊന്നും പറയില്ല, അവിടെ നിൽക്കുക. അങ്ങനെ ഒരു ദിവസം നിന്നു. രാത്രി ഭക്ഷണവും സൗകര്യമൊക്കെ കൊടുത്തു. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു എന്താ നോക്കുന്നത്? അദ്ദേഹം നോക്കുന്നത് ഈ സഅദ് ബിൻ അബി വക്കാസിൻ്റെ രാത്രി ജീവിതം. പകലിപ്പോൾ എല്ലാവരും കാണുമല്ലോ, രാത്രി എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ നിസ്കാരം ഒന്നുമില്ല. അദ്ദേഹം രാത്രി എല്ലാവരും മാറി നീച്ചു, തഹജ്ജുദ് നിസ്കരിച്ചു, സാധാരണ മാതിരിയുള്ള ഒരു നിസ്കാരം, കൂടുതലൊന്നുമില്ല. രണ്ടാമത്തെ ദിവസം ശ്രദ്ധിച്ചപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അവിടെ തന്നെ നിൽക്കുകയാണ് അദ്ദേഹം, ഫോണില്ലേ. മൂന്നാമത്തെ ദിവസം 3 ദിവസം വരെ ചോദിക്കാൻ പാടില്ല എന്നാ. മൂന്നാമത്തെ ദിവസം വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, ജിഞ്ഞ് എപ്പോഴാണ് പോവുക. കുട്ടികളൊക്കെ ചിലപ്പോൾ വിരുന്നേരം എന്താ ചോദിക്കുമല്ലോ, തമാശ പറയില്ലേ നമ്മൾ, എപ്പോഴാണ് പോവുക. മൂന്നാമത്തെ ദിവസം അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു 3 ദിവസം അവിടെ കഴിഞ്ഞ് 4ാമത്തെ ദിവസം കാര്യം പറഞ്ഞ് അങ്ങനെ വന്നതേ, വേറെ ഉദ്ദേശമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ പറ്റി, അയാൾ സ്വർഗത്തിലാണ്, അയാൾ ഇപ്പോൾ ഇതിലങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. അത് വന്നത് നിങ്ങളാ 3 ദിവസം. അപ്പോൾ എന്താണ് നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നതിന് സവിശേഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നറിയാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ സ്വകാര്യ ജീവിതം മനസ്സിലാക്കാൻ വന്നതാണ്. സ്വകാര്യ ജീവിതം എന്ന് പറഞ്ഞാൽ രാത്രിയിലെ ജീവിതം. അപ്പോൾ ഇതിപ്പോൾ എനിക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ഞങ്ങളൊക്കെ നിസ്കരിക്കണ മാതിരി നിങ്ങളെന്താ തഹജ്ജുദ് നിസ്കരിക്കണം, സാധാരണ കടന്നുറങ്ങണ്, സുബൈക്ക് നീക്കണം, പള്ളിയിൽ പോകണം, ഡീ കഴിഞ്ഞെന്താ. അതാണിപ്പോൾ ഞാൻ കണ്ടോളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ചോദിക്കുക, എന്തേ ഇപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിനെ പറ്റി അങ്ങനെ പറഞ്ഞത്? അതൊരു പക്ഷേ ഇതായിരിക്കും, ഞാൻ രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പ് എൻ്റെ മനസ്സിൽ ആരോടെങ്കിലും പകയോ വിദ്വേഷമോ കാലുഷ്യോ കടന്നു കൂടിയിട്ടില്ലെങ്കിൽ അതൊക്കെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യും. ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് ആരോടും ഒരു വെറുപ്പുണ്ടാവില്ല, ആരോടൊരു വിദ്വേഷമല്ല, ആരോടൊരു കാലുഷ്യമല്ല, ആരോടൊരു പകയില്ല, ആരോടൊരു നീരസമല്ല. ഇതൊക്കെ ആയിരിക്കണം. ഞാൻ ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങനെയുള്ള എല്ലാ വേണ്ടാതീരങ്ങളും മാലിന്യങ്ങളും ഞാൻ നീക്കം ചെയ്യും. എന്നിട്ട് മനസ്സ് ശുദ്ധമായിട്ട് കടന്നുറങ്ങും. അതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വഅസ്ലിഹു ദാത്ത ബൈനിക്കും, ഇത്തരത്തിലുള്ള ഒരു മനസ്സ്, ശുദ്ധ മനസ്സ്, അകത്തൊന്നും പുറത്തു പറന്നൊന്നുമില്ല, അകത്തും പുറത്തും എല്ലാവരോടും സ്നേഹം. ഇത് നമുക്കുണ്ടോ എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലേ, പകയുണ്ടോ, വെറുപ്പുണ്ടോ, വിദ്വേഷമുണ്ടോ, നീരസമുണ്ടോ, ഒക്കെ നീ നമ്മളോട് ചോദിക്കേണ്ടതാണ്. അല്ലെങ്കിൽ വഅസ്ലിഹു ദാത്ത ബൈനിക്കും എന്നുള്ള ആയത്ത് ഓതിയിട്ട് നമുക്ക് ഫലമില്ലാതാകും. ഈ ആയത്ത് നമുക്ക് എതിരാവും. വഅസ്ലിഹു ദാത്ത ബൈനിക്കും വഅതിഉല്ലാഹ, അള്ളാഹുവിനനുസരിക്കുക. ഈ യുദ്ധമുതലുകൾ വിഭജിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിനനുസരിക്കണം, വറസൂലഹു, അള്ളാഹുവിൻ്റെ ദൂതനെയും അനുസരിക്കണം. അവരെന്ത് പറഞ്ഞോ അപ്പടി സ്വീകരിച്ചു കൊള്ളുക. ഇതാഅത്തുല്ലാഹ് വ ഇതാഅത്തുർ റസൂൽ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അതാ ചെയ്യേണ്ടത്, മുഅ്മിനീങ്ങളാണെങ്കിൽ അതാണ് വേണ്ടത്. കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അവസാനിപ്പിക്കാം. ഒന്നുകൂടെ അർത്ഥം പറയും. യസ്അലൂനക അനിൽ അംഫാൽ, അവർ അംഫാലിനെ സംബന്ധിച്ച് അങ്ങയോട് ചോദിക്കുന്നു. ഖുൽ, അങ്ങ് പറയുക, അൽ അംഫാലു, യുദ്ധമുതലുകൾ, ലില്ലാഹി വറസൂൽ, അള്ളാഹുവിനും അവൻ്റെ ദൂതനുമുള്ളതാണ്. ഫത്തഖുല്ലാഹ്, അള്ളാഹുവിനോട് തഖ്വയുള്ളവരാവുക. വഅസ്ലിഹു ദാത്ത ബൈനിക്കും, പരസ്പര ബന്ധം നന്നാക്കുക. വഅതിഉല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. അള്ളാഹുവിനോട് തഖ്വ പുലർത്തുകയും പരസ്പര ബന്ധം ഏറ്റവും നല്ലതാക്കുകയും അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമായി ജീവിക്കുകയും ചെയ്യാൻ നാഥൻ നമ്മളെല്ലാവരെയും തുണക്കുമാറാവട്ടെ. اللهم علمنا من القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل وأطراف النهار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الحمد لله.